നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ഓഗസ്റ്റ് മാസം 14 വ്യാഴാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോടും ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോടും പങ്കുവെക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് കുറെ നമ്പറുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. 30 നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് തയ്യാറാക്കിയ നമ്പറുകളാണ്. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന നമ്പറുകൾക്ക് ഭാഗ്യദേവത സമ്മാനം തരുമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർ ഇഷ്ടമുള്ള നമ്പറുകളൊക്കെ നോക്കി സെലക്ട് ചെയ്ത് എഴുതിയെടുക്കുക. അങ്ങനെയുള്ള ടിക്കറ്റുകളൊക്കെ നോക്കിയെടുക്കുവാൻ താല്പര്യം കാണിക്കുക. ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകുന്ന നമ്പറുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ നമ്പറുകളിൽ സമ്മാനം വരുവാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഭാഗ്യദേവത അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു മഹാഭാഗ്യം തന്നെയാണ്. ചിലപ്പോൾ നമുക്ക് 100 രൂപയെ കിട്ടുകയുള്ളായിരിക്കും. 100 രൂപയേ ഉള്ളൂ എന്ന് നമ്മളങ്ങ് വിചാരിക്കും. പക്ഷെ ആ 100 രൂപയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും ഭാഗ്യദേവത തെരഞ്ഞെടുത്താണ് ഈ 100 രൂപ തരുന്നത്. അപ്പോൾ ആ 100 രൂപയ്ക്ക് വലിയൊരു ഭാഗ്യം, ഒരു മഹാഭാഗ്യം അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രത്യേകത ഉണ്ടെന്നുള്ളതാണ് അതിന്റെ മനസ്സിലാക്കേണ്ട കാര്യം. തുക കൂടുതലോ കുറവോ എന്നുള്ളതല്ല, അത്രയും പേരിൽ നിന്നും ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും ഭാഗ്യദേവത എന്നെ തെരഞ്ഞെടുത്തു, എനിക്കൊരു സമ്മാനം തന്നു. ലക്ഷ്മി ദേവിയോട് നന്ദി പറയണം. അപ്പം ലക്ഷ്മി ദേവിയോട് നന്ദി പറയേണ്ട ഒരു സമയമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ലക്ഷ്മി ദേവി നമ്മളെ തെരഞ്ഞെടുത്തു. ഈ നമ്മൾ ലോട്ടറിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഉണ്ട്. ഒരുപാട് പേരുടെ ധനസ്ഥിതി മോശമാക്കിയ ഒരു സംഭവമാണ് ലോട്ടറി എന്ന് പറഞ്ഞാൽ. അവർക്കൊരു ക്രമീകരണമില്ല. 1000 രൂപ ജോലി ചെയ്ത് കിട്ടിയാൽ 1000 രൂപയ്ക്കും പോയി ലോട്ടറി എടുത്തിട്ട് ഞാൻ ഒറ്റ ദിവസം കൂടി കോടീശ്വരനാകും എന്നുള്ള ഒരു തെറ്റായ കണക്കൂട്ടലിൽ പോയി അങ്ങനെ ലോട്ടറി എടുക്കുന്നവരുണ്ട്. ലോട്ടറി ഒന്നും അങ്ങനെ എടുക്കില്ല. ലോട്ടറി അങ്ങനെ എടുത്താലൊന്നും അടിക്കത്തില്ല. ലോട്ടറി ഭാഗ്യം വരണമെങ്കിൽ ഭാഗ്യദേവത തെരഞ്ഞെടുക്കണം. ഭാഗ്യം നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സമയത്താണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുക. ആ സമയത്താണ് ഭാഗ്യദേവത നമ്മളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാനിവിടെ എന്നും ഈ പറഞ്ഞിരുന്നത് ജ്യോതിഷപരമായിട്ടുള്ള ഒരു അറിവ് വെച്ചാണ് പറയുന്നത്. ഇന്ന നാളുകാർക്കൊക്കെയാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത എന്നുള്ളത് ജ്യോതിഷാടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ജ്യോതിഷാടിസ്ഥാനത്തിൽ 2-3 വിധത്തിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരാം. ഒന്ന് ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച്, ചാരവശാലുള്ള സ്ഥിതി വെച്ച്, 2 ദശാകാലത്തിന്റെ സമയം നേട്ടം വെച്ച്, 3 ദശാകാല സമയത്തെ അപഹാരനാഥന്മാരുടെ നേട്ടം വെച്ചൊക്കെ ലോട്ടറി അടിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ലോട്ടറി അടിക്കാം. ഞാനിപ്പോൾ ഇവിടെ പറയുമല്ലോ, നിങ്ങളുടെ ദശാകാലം നല്ലതാണെങ്കിൽ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും നല്ല സമയമാണെന്ന്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല സമയമാണെന്ന്. അപ്പോൾ അങ്ങനെയും ലോട്ടറി അടിക്കും. അതുപോലെ തന്നെ ദശാകാലത്തെ അപഹാരനാഥന്മാർ, ഇപ്പോൾ ഒരു ദശാകാലം, ശനിയുടെ ദശാകാലം 19 വർഷമാണ്. 19 വർഷവും ശനിയല്ല പ്രവർത്തിക്കുന്നത്. വെറും 3 വർഷമേ ശനിക്ക് റോളുള്ളൂ. 3 വർഷം കഴിഞ്ഞാൽ പിന്നെ ബാക്കി 16 വർഷവും മറ്റ് ഗ്രഹങ്ങളാണ് ഫലം തരിക. അപ്പോൾ ആ ഗ്രഹങ്ങളെ അപഹാരനാഥന്മാരെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പോൾ പലരും വിചാരിക്കും 19 വർഷം ശനി തന്നെയാണ് തരുന്നത്. ശനി അല്ല തരുന്നത്. ശനി 3 വർഷമേ തരത്തുള്ളൂ. 3 വർഷം കഴിഞ്ഞാൽ ശനി മാറുന്നു. പിന്നീട് ശനിയുടെ ദശയിൽ മറ്റ് ഗ്രഹങ്ങളാണ് അപഹരിക്കാൻ വരുന്നത്. അതാണ് അപഹാരനാഥന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർ വന്ന് അപഹാരം ചെയ്യുമ്പോൾ ആ ഗ്രഹം നല്ല ഒരു അനുകൂലമായ ഗ്രഹമാണെങ്കിൽ നമുക്ക് ഫലം കിട്ടും. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നല്ല സമയമാണെന്ന് ബോധ്യപ്പെട്ടാൽ അങ്ങനെയുള്ളവർക്കും ലോട്ടറി ഭാഗ്യം ലഭിക്കുന്ന ഒരു സമയമാണ്. ഭാഗ്യദേവത അവരോടുകൂടെയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു മഹാഭാഗ്യം തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക, ലക്ഷ്മി ദേവി എന്നെയും തിരഞ്ഞെടുക്കണമേ. ഞാനിപ്പോൾ സാമ്പത്തികമായിട്ട് വലിയൊരു പ്രതിസന്ധിയിലാണ്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമേ. എന്നിൽ അവിടുന്ന് പ്രസാദിച്ചാൽ, എൻ്റെ ഭാഗ്യദേവത എന്നിൽ പ്രസാദിച്ചാൽ എൻ്റെ ഈ കടങ്ങളൊക്കെ നിസ്സാരമായിട്ട് ഒറ്റ ദിവസം കൊണ്ട് കൊടുത്തു തീർക്കാൻ പറ്റും. എന്നെ ഒന്ന് തെരഞ്ഞെടുക്കണമേ. ഈ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ എന്നെ ഒന്ന് ശ്രദ്ധിക്കണമേ. എൻ്റെ മുഖം ഒന്ന് കാണണമേ. ഞാൻ അനുഭവിക്കുന്ന ഈ വ്യഥ, ഈ ദുഃഖം, ഈ തകർച്ച ഒന്ന് കണ്ട് എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ ഈ വെറും 50 രൂപയിൽ കൂടി എൻ്റെ ഒരു ജീവിതം എനിക്ക് തിരിച്ചു പിടിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുക. ചിലപ്പോൾ നിങ്ങൾ നേരിടുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ മാറ്റിത്തരുവാൻ ലക്ഷ്മി ദേവിക്ക് കഴിയുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത.
അപ്പോൾ ലക്ഷ്മി ദേവി അനുഗ്രഹിച്ചാൽ ഒരു 50 രൂപ മുടക്കി നിങ്ങൾക്ക് 5 ലക്ഷം രൂപ കടബാധ്യതയാൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ദിവസം കൊണ്ടൊക്കെ അത് ഇല്ലാതാക്കി തീർക്കുവാൻ കഴിയും. അപ്പോൾ ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കണം. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ ലോട്ടറി ഭാഗ്യം ലഭിക്കുകയുള്ളൂ. അതാണ് ഒരു പ്രത്യേകത. ഈ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആവശ്യക്കാരാണ്. ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ലോട്ടറി എടുക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരും ധനം വന്നു ചേരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. എനിക്ക് ലോട്ടറി അടിച്ചെങ്കിലും എനിക്കൊന്ന് രക്ഷപ്പെടണം, ജോലിയില്ല, കൃത്യമായിട്ട് ജോലിയില്ല, ഇപ്പൊ നല്ലൊരു തുക കടത്തലാണ് നിൽക്കുന്നത്, എന്ത് ചെയ്യും, സ്വർണം എല്ലാം പണയമാണ്. അപ്പോൾ ഒരു ദിവസം എനിക്കൊരു നല്ല തുക കിട്ടിയാൽ എൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്കൊന്ന് നേരെ സമാധാനമായിട്ടൊന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് എല്ലാവരും ലോട്ടറി എടുക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടെ ലോട്ടറി ഭാഗ്യം വന്നു ചേരണമെങ്കിൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹം വേണം. അപ്പോൾ ലക്ഷ്മി ദേവിയെ പൂജിക്കുക, ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക, മനസ്സിൽ ധ്യാനിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ ലക്ഷ്മി ദേവി ഓരോരുത്തരെയും ഓരോ ദിവസവും തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ 50 രൂപ കൊടുത്ത് വ്യാഴാഴ്ച ദിവസത്തെ കാരുണ്യ പ്ലസ് ലോട്ടറി ടിക്കറ്റ് എടുക്കുക. ഇങ്ങനെ കാരുണ്യ പ്ലസ് ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ പറയുന്ന ഇതിനകത്ത് കാണുന്ന കുറെ നമ്പറുകൾ ഉള്ള ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. ഭാഗ്യദേവത ഈ നമ്പറിന്മേൽ അനുഗ്രഹം ചൊരിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടാതെ പോകരുത്. അതുകൊണ്ട് ഈ നമ്പറുകൾ കഴിവതും നോക്കി എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും നമ്പറുകളൊക്കെ ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത് എഴുതിയെടുത്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ നമ്പറിൽ ഒരു സമ്മാനം ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ നോക്കി എഴുതി എടുത്തുകൊണ്ട് പോയി നിങ്ങൾ ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക. ഈ വ്യാഴാഴ്ച ഏറ്റവും കൂടുതൽ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള നാളുകാർ മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിന്നീട് മിഥുനക്കുറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർത, മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് അനുകൂലമായ ഒരു ദിവസമാണ്. ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂരം, ഉത്രം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാം. കന്നിക്കുറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാം. അതുപോലെ തന്നെ തുലാക്കുറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖ മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. ധനുക്കുറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മീനക്കുറിൽപ്പെട്ട പൂരുരുട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി നാളുകാർക്കും കുംഭക്കുറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൂരുട്ടാതി മുക്കാൽ നാളുകാർക്കും ഒക്കെ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. ലോട്ടറി ഭാഗ്യം വ്യാഴാഴ്ച ദിവസം ഒട്ടുമിക്ക നാളുകാർക്കും അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ്. പക്ഷെ ഭാഗ്യദേവത തെരഞ്ഞെടുക്കണം, അതാണ് ഒരു കാര്യം. സമയം വെച്ച് നോക്കുമ്പോൾ ലോട്ടറി എടുക്കുന്ന സമയം ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ്. ധനു ലഗ്നമാണ്. ആ സമയമൊക്കെ മേടക്കൂറുകാരെ സംബന്ധിച്ച് നല്ലൊരു സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ ലോട്ടറി വ്യാപാരികളായിട്ടുള്ള മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാർക്കൊക്കെ അവർക്കും അനുകൂലമായ സമയമാണ്. അപ്പോൾ പല വിധത്തിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരും. സമയം വെച്ച് നോക്കുമ്പോൾ, ലഗ്നം വെച്ച് നോക്കുമ്പോൾ, ചന്ദ്രൻ നിൽക്കുന്ന രാശി വെച്ച് നോക്കുമ്പോൾ, അതുപോലെ തന്നെ ദശകാലം, അപഹാരകാലം, ഇതൊക്കെ സമയം നല്ലതാണെങ്കിൽ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ഭാഗ്യദേവത തെരഞ്ഞെടുക്കണം. അതാണ്, എല്ലാവർക്കും സമ്മാനമില്ലല്ലോ, ലോട്ടറി എടുക്കുന്ന എല്ലാവർക്കും സമ്മാനമില്ലല്ലോ. അപ്പോൾ കുറച്ച് സമ്മാനമേ ഉള്ളൂ. അത് ഭാഗ്യദേവത തെരഞ്ഞെടുത്ത് ഒരു നക്ഷത്രത്തിലുള്ള ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോട്ടറി ഭാഗ്യം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ സമയം കളഞ്ഞൊരു വീഡിയോ ചെയ്യുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരുടെ സമയം കളഞ്ഞ് ഈ വീഡിയോ കാണുന്നു. അപ്പോൾ നമുക്ക് ഈ ഭാഗ്യം വന്നു ചേരണം എന്നുള്ളത് എൻ്റെ ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഭാഗ്യദേവതയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ്